വിജയേട്ടാ നമസ്കാരം. നമസ്കാരം. ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും റഷ്യയുടെ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനും കൂടിക്കാഴ്ച നടത്തുമ്പോൾ അമേരിക്ക എന്തിനാണ് അതിൽ ആകുലപ്പെടുന്നത്, ആശങ്കപ്പെടുന്നത് എന്നുള്ളൊരു ചോദ്യം, അത് വളരെ പ്രസക്തമായിട്ടുള്ളൊരു ചോദ്യം തന്നെയാണ്. ഇപ്പൊ നമ്മുടെ മാധ്യമങ്ങളെല്ലാം രാഹുൽ മാങ്കൂട്ടത്തിന്റെ പിറകിലാണ്. അവര് ഇതൊന്നും ചർച്ച ചെയ്യുന്നില്ല. അതൊരു കാര്യമായി പോയി. കാരണം ചർച്ച ചെയ്താലും നല്ല കാര്യങ്ങളൊന്നും പറയാനായിട്ട് പോകുന്നില്ലല്ലോ. എന്തായാലും നമ്മുടെ പ്രസിഡന്റ് പുടിൻ ഇന്നലെ 3 മണിക്കൂറാണ് പ്രധാനമന്ത്രിയുടെ വസതിയിൽ പ്രൈവറ്റ് ആയിട്ട് സംസാരിച്ചത്. പോരാത്തതിന് ഒരു സ്വകാര്യ അത്താഴ വിരുന്നും പുടിന് ഒരുക്കിയിരുന്നു നരേന്ദ്രമോദി. പിന്നെ ലോകരാജ്യങ്ങളെ ഏറ്റവും കൂടുതൽ ഞെട്ടിച്ച സംഭവം, പുടിൻ അദ്ദേഹത്തിന്റെ കാറിലല്ല, നരേന്ദ്രമോദിയുടെ കാറിലാണ് അദ്ദേഹം. അങ്ങനെ കയറാറില്ല പുടിൻ. നരേന്ദ്രമോദിയുടെ കാറിലാണ് പ്രധാനമന്ത്രിയുടെ വസതിയിലേക്ക് പോയത് എന്നുള്ളതാണ്. അപ്പോൾ അമേരിക്ക ഇപ്പോൾ ഏറ്റവും കൂടുതൽ ഭയപ്പെടുന്ന ഒരു കാര്യം യഥാർത്ഥത്തിൽ S-500ന്റെ ചർച്ചയൊക്കെ നമ്മൾ നടത്തുന്നുണ്ട് എന്നുള്ളതാണ്. അതിന്റെ ഒരു അജണ്ടയൊക്കെ വെച്ചിട്ടാണ് 2 ദിവസത്തെ സന്ദർശനത്തിനായി പുടിൻ ഇവിടെ വന്നിരിക്കുന്നത് എന്നുള്ളതാണ് പറയപ്പെടുന്നത്. പക്ഷെ അതല്ല യഥാർത്ഥത്തിൽ കാര്യം. ഇന്നലെ വ്യക്തമായിട്ടുള്ള സന്ദേശമാണ് ലോകരാജ്യങ്ങളിൽ, അതായത് നടത്തത്തിൽ മുതൽ ജനങ്ങൾ കാണുന്ന ഹോർഡിങ്സിൽ വരെ വ്യക്തമായിട്ടുള്ള സന്ദേശം കൊടുത്തിരുന്നപ്പോൾ, ഈ റഷ്യയുടെ കയ്യിലുള്ള മാരകായുധങ്ങൾ ഇന്ത്യയുടെ കയ്യിലേക്ക് എത്തിക്കഴിഞ്ഞാൽ അമേരിക്കയുടെ കണക്കുകൂട്ടലൊക്കെ തെറ്റി, എന്നാൽ ഈവൻ ചൈനയുടെ കണക്കുകൂട്ടൽ വരെ തെറ്റിപ്പോകും. കാരണം ഇന്ത്യ ഇപ്പോൾ ഒരു ലോകശക്തിയെ, നമ്മുടെ രാജ്നാഥ് സിംഗ് ഇടയ്ക്ക് പറഞ്ഞിരുന്നു, ഇന്ത്യ ഇനി മുതൽ ആയുധങ്ങൾ ഇറക്കുമതി ചെയ്യുന്ന രാജ്യമല്ല, ആയുധങ്ങൾ കയറ്റുമതി ചെയ്യുന്ന രാജ്യമാണെന്ന് രാജ്നാഥ് സിംഗ് പോലും പറഞ്ഞൊരു സാഹചര്യം ഉണ്ടായിരുന്നു. അപ്പൊ ലോകശക്തിയായിട്ട് ഇന്ത്യ വളർന്നു വന്നു കഴിഞ്ഞാൽ, ഈ ഇടയ്ക്ക് ഒരു വാർത്ത നമ്മൾ കണ്ടതാണ്, അതായത് ഇന്ത്യക്ക് ബോംബറുകളില്ല. റഷ്യ പറഞ്ഞു നമ്മളെ ടുപ്ലെ 160 140 അങ്ങനെ ഒരു ബോംബർ നിങ്ങൾക്ക് തരാം എന്ന് പറഞ്ഞു. റഷ്യയുടെ ബോംബർ തരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ റഷ്യ നമ്മളുമായിട്ട് ഒരുപാട് കാര്യങ്ങൾ ഡിഫൻസിന്റെ ഒരുപാട് മേഖലകളിൽ സഹകരിക്കുന്നുണ്ട്. ഈവൻ കാവേരി എഞ്ചിൻ പോലും നമ്മൾ നിർമ്മിക്കുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പൊ ഈ ഒരു സാഹചര്യത്തിൽ ഇവർ ഏറ്റവും കൂടുതൽ ഭയപ്പെടുന്നത് പോസിഡോൺ മിസൈൽ എന്ന് പറഞ്ഞാൽ ഈ സുനാമി ഉണ്ടാക്കാൻ കെൽപ്പുള്ള ഒരു മിസൈലാണ് പോസിഡോൺ മിസൈൽ എന്ന് പറയുന്നത്. ഈ മിസൈൽ ഇന്ത്യയുടെ കയ്യിലേക്ക് എത്തുമോ എന്നുള്ളതാണ് അമേരിക്ക ഭയപ്പെടുന്നത്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ജിയോ പൊളിറ്റിക്സിൽ തന്നെ വലിയൊരു മാറ്റം വരുത്താൻ കെൽപ്പുള്ള ഒരു മിസൈലാണ് ഈ പോസിഡോൺ മിസൈൽ എന്ന് പറയുന്നത്. പിന്നെ റഷ്യയുടെ കയ്യിലുള്ള മറ്റൊരു മിസൈലാണ് ബ്യൂറസ്നെവിക് മിസൈൽ എന്ന് പറഞ്ഞ ഒരു മിസൈൽ. ഈ ബ്യൂറസ്നെവിക് മിസൈൽ നമ്മൾ എപ്പോഴും ചർച്ച ചെയ്യുന്നതാണ്, കാരണം ഇതിലൊരു ന്യൂക്ലിയർ റിയാക്ടർ ഉണ്ട്. ഇത് സ്പേസിലേക്കാണ് ഈ മിസൈൽ പറന്നുയരുന്നത്. സ്പേസിലേക്ക് ഉയരുന്ന ഈ മിസൈൽ 14 ദിവസം നമ്മുടെ ഈ ന്യൂക്ലിയർ റിയാക്ടറിന്റെ ഒരു പവർ എടുത്തുകൊണ്ട് ഈ ഭൂമി ചുറ്റി വരാനായിട്ട് ഇതിന് സാധിക്കും എന്നുള്ളതാണ് ഈ മിസൈലിന്റെ പ്രത്യേകത. പിന്നെ സ്പേസിൽ നിന്നായിരിക്കും ഇത് അടിക്കുന്നത്. അപ്പൊ ഇതൊക്കെ അമേരിക്കയ്ക്ക് അറിയാം. അതുകൊണ്ടാണ് നമ്മുടെ ട്രംപ് നമ്മൾ ഗോൾഡൻ ഡോം തയ്യാറാക്കാൻ പോകുന്നു എന്ന് ട്രംപ് പറഞ്ഞില്ല. കാരണം ഇത് സ്പേസിൽ നിന്നുള്ള അറ്റാക്ക് പോലും തടയാനായിട്ട് സാധിക്കും എന്ന് ട്രംപ് ഈ ഇടയ്ക്ക് പറഞ്ഞു. അപ്പൊ ഇതൊക്കെ നമ്മുടെ കയ്യിലേക്ക് വരാൻ സാധ്യതയുണ്ടോ എന്ന് അതിഭീകരമായിട്ട് ഇവർ ഭയക്കുന്നുണ്ട് എന്നുള്ളതാണ് ഈ അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം ഉള്ള ആശങ്ക എന്ന് പറയുന്നത്. യഥാർത്ഥത്തിൽ അങ്ങനെ അത് നമ്മുടെ കയ്യിലേക്ക് വരാനായിട്ട് സാധ്യതയുണ്ടോ ബിജുചേട്ടാ? അങ്ങനെ അവരുടെ കയ്യിലുള്ള റഷ്യ നമുക്കറിയാം, 1947 നമുക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നതിന് മുമ്പേ ഭൂമി കുഴിച്ച് ഭൂമിയുടെ അപ്പുറത്തെ ഭാഗത്തേക്ക് എത്താനുള്ള സാങ്കേതിക വിദ്യ അല്ലെങ്കിൽ അതിന്റെ പരീക്ഷണം നടത്തിയ ടീമാണ് റഷ്യ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് അവരെ കുറച്ച് കാണാൻ പറ്റില്ല. എങ്കിലും അവരിങ്ങനെ അവരുടെ സാങ്കേതിക വിദ്യയെല്ലാം നമ്മൾ ഫ്രണ്ട്സ് ആണ്, അതൊക്കെ ഓക്കെയാണ്. സാങ്കേതിക വിദ്യയെല്ലാം നമുക്ക് വിത്ത് സോഴ്സ് കോഡ് തരും എന്ന് ട്രംപ് വിചാരിക്കുന്നതിലോ അമേരിക്ക പറയുന്നതിലോ ലോകമാധ്യമങ്ങൾ വിലയിരുത്തുന്നതിലോ എന്തെങ്കിലും കഴമ്പുണ്ടോ? എന്താണ് തോന്നുന്നത്? അല്ലാതെ തീർച്ചയായിട്ടും അങ്ങനെ, കാരണം അവര് ഇപ്പൊ കഴിഞ്ഞ ദിവസം 3 രാജ്യങ്ങളുടെ അംബാസഡർമാർ, ജർമ്മനി, ഫ്രാൻസ്, UK, അവര് ടൈംസ് ഓഫ് ഇന്ത്യയിൽ ഒരു ലേഖനം എഴുതിയിരുന്നു. പുടിൻ എന്തിനാണ് വരുന്നത്, പുടിനെ നിശ്ചിതമായി വിമർശിച്ചുകൊണ്ടൊരു ലേഖനം. എന്തുകൊണ്ടാണ് യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങളും അമേരിക്കയും ഒക്കെ ഈ വളരെ ആശങ്കയോടുകൂടി ഈ കൂടിക്കാഴ്ച നോക്കിക്കാണുന്നതെന്ന് ആണ് നമ്മൾ ആദ്യം പരിശോധിക്കേണ്ടത്. ഇതിൽ ശ്രീമാൻ പുടിൻ പറഞ്ഞ ഒരു കാര്യമുണ്ട്. നമ്മൾ ഇന്നലെ പറഞ്ഞ ഇന്റർവ്യൂല്, അഞ്ജന കശ്യപ് നടത്തിയ ഇന്റർവ്യൂല് പുടിൻ പറഞ്ഞൊരു കാര്യമുണ്ട്. ഞങ്ങളുടെ അടുത്തുനിന്ന് ഈ ആണവ റിയാക്ടറുകൾക്കുള്ള ഇന്ധനം ഇപ്പോഴും അമേരിക്ക വാങ്ങുന്നുണ്ട്. അപ്പോൾ എണ്ണ ഞങ്ങളുടെ കയ്യിൽ നിന്ന് ഇന്ത്യ വാങ്ങരുതെന്ന് പറയുന്നത് എന്ത് ന്യായത്തിലാണ്? അതുകൊണ്ട് ഇരട്ടത്താപ്പ് വേണ്ട. അത് നിങ്ങൾക്ക് ആവശ്യമുള്ള ഞങ്ങളുടെ നിങ്ങൾ ഇപ്പോഴും മേടിക്കുന്നത്. അമേരിക്ക ഡയറക്റ്റ് ആണ് മേടിച്ചോട്ട് പോകുന്നത് ആ റിയാക്ടറിനുള്ള ഇന്ധനവും മറ്റുമൊക്കെ. അപ്പോൾ അങ്ങനെ വാങ്ങുന്നു. യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങൾ ഇപ്പോഴും ഞങ്ങളുടെ ഗ്യാസും മറ്റുമൊക്കെ വാങ്ങുന്നുണ്ട്. അപ്പൊ പിന്നെ ഇന്ത്യ മാത്രം വാങ്ങരുതെന്ന് പറയുന്നത് ഈ ലോകത്ത് നടക്കുന്ന കാര്യമാണ്? ഇന്ത്യ എന്ന് പറയുന്ന ചെറിയ രാജ്യമല്ല. അദ്ദേഹം പറയുന്ന വാക്കുകളാണ്, അടുത്ത വാക്കുകളാണ്. ഇന്ത്യ എന്ന് പറയുന്ന ചെറിയ രാജ്യമല്ല. 1.5 ദശലക്ഷം ആളുകളുള്ള ഒരു വലിയ രാജ്യമാണ്. എക്കണോമിയിൽ വളരെ മുമ്പിൽ നിൽക്കുന്ന ഒരു രാജ്യമാണ്. ആ രാജ്യത്തെ മറികടന്നുകൊണ്ട് ഒരാൾക്കും പോകാൻ കഴിയില്ല. ശരിക്കും ഇന്നലെ വ്ളാഡിമിർ പുടിൻ ഇന്ത്യയിലേക്ക് വരാനെടുത്ത തീരുമാനവും
ഒപ്പം തന്നെ അദ്ദേഹത്തിന് ഇന്നലെ മോദിയുമായി നടത്തിയ ആ കാര്യങ്ങളും എല്ലാം തന്നെ, ചർച്ചകളും മറ്റും എല്ലാം തന്നെ ലോകത്തിന് കൊടുക്കുന്ന ഒരു സന്ദേശമുണ്ട്. കാരണം കഴിഞ്ഞ ചർച്ചയിൽ ശ്രീ ധനുഷ് പറഞ്ഞതുപോലെ ഈ വ്ളാഡിമിർ പുടിനെ ലോകമെമ്പാടുമുള്ള രാജ്യങ്ങൾ ഒരു രണ്ടാം നമ്പറായിട്ട് അല്ലെങ്കിൽ മാറ്റി നിർത്തപ്പെടുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അദ്ദേഹത്തിന് ഷെയ്ക്ക് ഹാൻഡ് നൽകാൻ പോലും പല യൂറോപ്യൻ രാജ്യങ്ങൾ തയ്യാറാകുന്നില്ല, രാഷ്ട്രത്തലവന്മാർ തയ്യാറാകുന്നില്ല. അതിന്റെ പ്രധാന കാരണം എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അദ്ദേഹം യുദ്ധ കുറ്റവാളിയാണ്. അദ്ദേഹം ഈ രാജ്യത്ത് ചെന്നാൽ അറസ്റ്റ് ചെയ്യാൻ നിയമമുള്ളതാണ്. അപ്പോൾ സ്വാഭാവികമായി യുദ്ധ കുറ്റവാളിക്ക് കൈകൊടുക്കാൻ കഴിയില്ലല്ലോ. അപ്പം അങ്ങനെ നിർത്തുന്നിടത്താണ് ലോകത്തിലെ ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള ഒരു രാജ്യം, സാമ്പത്തികമായി ത്വരിതഗതിയിൽ വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു രാജ്യം, ലോകത്തിന് എല്ലാവരും വിശ്വസിക്കാൻ കൊള്ളാവുന്നത് എന്ന് പറയുന്ന ഒരു രാജ്യം, ആ രാജ്യത്തേക്ക് വന്നിറങ്ങി രാജകീയ സ്വീകരണമാണ് ഇന്നലെ പുടിൻ ഏറ്റുവാങ്ങിയത്. അത് കൊടുക്കുന്ന ഒരു വലിയ സന്ദേശമാണ്. പുടിൻ അവിടെ പറയുന്ന ഒരു കാര്യം കൂടെ ഉണ്ട് ആ ഇന്റർവ്യൂവിനകത്ത്. ഇന്ന് ഏറ്റവും വിശ്വസ്തനായ ഒരു പങ്കാളിയാണ് ഇന്ത്യ, വിശ്വസിക്കാൻ കൊള്ളാവുന്ന ഒരേ ഒരു രാജ്യമാണ് ഇന്ത്യ എന്നുകൂടി അദ്ദേഹം അടിവരയിട്ട് പറയുന്നുണ്ട്. ഇവിടെ നമ്മൾ കഴിഞ്ഞ കുറെ കാലമായിട്ട് റഷ്യയും ഇന്ത്യയും തമ്മിലുള്ള ബന്ധത്തെ നമ്മൾ നോക്കുമ്പോൾ കേവലം എണ്ണയുടെ പേരിലാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത് അധികവും. എണ്ണയും നമ്മൾ തമ്മിൽ യാതൊരു ബന്ധവുമില്ല. കാരണം 2022 ഉക്രൈൻ വാർ, അതിനു മുമ്പൊന്നും നമ്മൾ അവിടെ 0.04% ആയിരുന്നു റഷ്യ നമ്മൾ ഇറക്കുമതി ചെയ്തിട്ടിരുന്ന എണ്ണ. റഷ്യയുമായിട്ട് നമുക്ക് മുൻപൊന്നും എണ്ണ ഡീലിങ്സ് ഇല്ലായിരുന്നു. ഈ ഉക്രൈൻ വാർ തുടങ്ങി കഴിഞ്ഞപ്പോഴേക്കും എണ്ണ അവർ കുറച്ചു കൊടുക്കാൻ നിർബന്ധിതരായി, വില കുറച്ച് കൊടുക്കാൻ നിർബന്ധിതരായി. എവിടെ വില കുറച്ചിട്ടാലും നമ്മൾ പോയി വാങ്ങും, അതാണല്ലോ നമ്മുടെ പുതിയ നിലപാട്. അങ്ങനെ അവിടുന്ന് വാങ്ങിയെന്നേ ഉള്ളൂ. നാളെ ഇപ്പൊ ഈ യുദ്ധമൊക്കെ തീർന്നു കഴിഞ്ഞാൽ റഷ്യ വിശ്വസിക്കാൻ കഴിയില്ല, കാരണം അവർക്ക് നഷ്ടമാകും, അവർ കൂട്ടും. ഇതിപ്പോ ആരും വാങ്ങാനില്ലാത്തതുകൊണ്ട് നമുക്ക് കുറച്ച് തരുന്നല്ലേ വില. ഇനിയിപ്പോ ഒരുപാട് പേര് വാങ്ങാൻ വന്നു കഴിയുമ്പോൾ വില കൂട്ടുമല്ലോ സ്വാഭാവികം. അപ്പൊ നമുക്കത് കൊണ്ടുവരുന്നത് നഷ്ടമാണ്. അപ്പം നമ്മൾ ചിലപ്പോൾ നിർത്തിയെന്ന് ഇരിക്കാം. പക്ഷെ ഇപ്പം എണ്ണ നിർത്തത്തില്ല എന്നുള്ള കാര്യം വളരെ വ്യക്തമായി. അതും പുടിൻ എടുത്തു പറയുന്നുണ്ട്. എണ്ണ എന്തിനാണ് നിർത്തേണ്ട ആവശ്യം, അവർക്ക് വാങ്ങാമെങ്കിൽ ഇവർക്കും വാങ്ങിക്കൂടെ, അതുകൊണ്ട് അതൊന്നും നിർത്താൻ പോകുന്നില്ല എന്നുള്ള കാര്യം അത് തന്നെ വ്യക്തമാണ്. പക്ഷെ ഇവിടെ ശ്രദ്ധേയമായ കാര്യം, പുടിൻ ഈ ഇത്തവണ വന്നിരിക്കുന്നത് ഒഫീഷ്യലായിട്ട് തന്നെ അവർ പറയുന്നുണ്ട്, ഞങ്ങൾ ഈ സാങ്കേതിക വിദ്യയിലും ആയുധ ഇതിലുമൊക്കെ അനവധി കരാറുകൾ ഒപ്പുവെക്കുന്നുണ്ട്. അതായത് ഇന്ത്യക്ക് ആയുധങ്ങൾ വിൽക്കുക എന്നുള്ളതല്ല ഇപ്പോൾ റഷ്യ എടുത്തിരിക്കുന്ന ഒരു നിലപാട്. പകരം ഇന്ത്യയിൽ തന്നെ ആയുധങ്ങൾ നിർമ്മിക്കുക, ഇന്ത്യയെ ഒരു ഹബ്ബാക്കി മാറ്റുക, പകരം ഒപ്പം തന്നെ ഇവിടെ നിന്നത് വിൽപ്പന നടത്തുക. ഇപ്പൊ ബ്രഹ്മോസ് നമ്മൾ വിൽപ്പന നടത്തുന്നുണ്ട്, ഒരുപാട് രാജ്യങ്ങളിൽ കയറ്റുമതി ചെയ്യുന്നുണ്ട്. അതിന്റെ പകുതി ശതമാനം പൈസ റഷ്യക്ക് തന്നെയാണ് പോകുന്നത്, കാരണം അവരുടെ സാങ്കേതിക സഹായത്തോടു കൂടിയാണ് നമ്മൾ നിർമ്മിക്കുന്നത്. ഇതുപോലെ തന്നെ ഇസ്രായേലിന്റെ റൈഫിൾസുകള്, ഡ്രോണുകള്, മറ്റും നമ്മുടെ അദാനിയും ടാറ്റ ഗ്രൂപ്പും ഒക്കെ ചേർന്ന് ഇസ്രായേലി കമ്പനികളും നടത്തുന്നുണ്ട്. ഇന്നലെയൊക്കെ നമ്മൾ അതിന്റെ വാർത്തകൾ നൽകിയിരുന്നു. പുതിയ അവരുടെ കുറച്ച് സാങ്കേതിക വിദ്യകൾ വരുന്നുണ്ട്, ആയുധങ്ങളും മിസൈലുകളും മറ്റും ഇന്ത്യ നിർമ്മിക്കുന്നുണ്ട്. അതിനെക്കുറിച്ച് നമ്മൾ കഴിഞ്ഞ ദിവസം ചർച്ച നടത്തുകയും ചെയ്തിരുന്നു. അതുമല്ല ഇപ്പൊ ഇന്ത്യയിലാണ് നിർമ്മിക്കുന്നത്. കാരണം ഇന്ത്യ ഒരു പ്രധാനപ്പെട്ട കച്ചവടക്കാരനാക്കി മാറ്റുകയാണ്. കാരണം ഒന്നാമത്തെ കാര്യം, ഇസ്രായേലിന്റെ ആയുധം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റു രാജ്യങ്ങൾ അത് വാങ്ങാൻ മടിക്കും, പ്രത്യേകിച്ച് അറബ് കൺട്രീസുകളൊന്നും അത് വാങ്ങാൻ തയ്യാറായില്ല. കാരണം ഇസ്രായേലും ഇത് കണക്ക് തന്നെ 2ാം നമ്പർ ലിസ്റ്റിൽ കിടക്കുന്ന ഒരു ടീമാണ്, ബ്ലാക്ക് ലിസ്റ്റിൽ കിടക്കുന്ന ടീമാണ്. കാരണം ഇവന്മാരെ ആരും അടുപ്പിക്കത്തില്ല. അപ്പൊ എന്ത് പറ്റും, ഇവന്മാർക്കും ആയുധ കമ്പോളത്തിലേക്ക് എത്തണമെങ്കിൽ മൂന്നാമതൊരു രാജ്യത്തിന്റെ സഹായം വേണം. അപ്പൊ ഇന്ത്യ ആകുമ്പോൾ വിശ്വസിക്കാൻ കൊള്ളുന്ന രാജ്യമാണ്. അപ്പൊ ഇവിടെ മുതലിറക്കുക, ഇവിടെ നിന്ന് സംയുക്തമായിട്ട് വികസിപ്പിച്ചത് ഉണ്ടാക്കിയെടുക്കുക, അത് മറ്റു രാജ്യങ്ങൾക്ക് വിൽക്കുക. ഇപ്പൊ ബ്രഹ്മോസിന്റെ മെത്തേഡ് തന്നെ. അപ്പൊ റഷ്യയും അതേ മെത്തേഡിൽ തന്നെയാണ് വരുന്നത്. ഇപ്പോൾ നമ്മൾ 10 S-400 കൂടെ നമ്മൾ ഇപ്പൊ ഓർഡർ ചെയ്തിട്ടുണ്ട്. അത് കൂടാതെ ഇതിനകത്ത് വരുന്നൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, S-500 കുറിച്ചായിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ചർച്ച, S-500 S-57 കുറിച്ചുമായിരുന്നു ചർച്ച. പക്ഷെ അതൊന്നും അല്ല ഇപ്പൊ ഇന്റർനാഷണൽ മീഡിയസ് ചർച്ച ചെയ്യുന്നത്, ഇല്ലെങ്കിൽ മറ്റ് ഡിഫൻസ് കോളമിസ്റ്റുകൾ പറയുന്നത് ഇതൊന്നുമല്ല. അവർ പറഞ്ഞ് ഇതൊക്കെ മേലെ എന്തോ ഒന്നുണ്ട്. അതായത് റഷ്യയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ചൈന അവരുടെ അടുത്ത പങ്കാളി മാത്രമാണ്, പക്ഷെ ഉറ്റ സുഹൃത്തല്ല. കാരണം ചൈനയെ അവർ വിശ്വാസം എടുക്കാൻ തയ്യാറുമല്ല. നമ്മൾ കണ്ടതാണ് S-400 കൊടുക്കുമ്പോൾ ഇന്ത്യക്ക് അതിന്റെ സോഴ്സ് കോഡ് കൊടുത്തിരുന്നു. അതുകൊണ്ടാണല്ലോ നമുക്കത് ഭംഗിയായിട്ട് അതിനെ ഉപയോഗിക്കാൻ കഴിഞ്ഞത്. ചൈനയ്ക്ക് ആ സോഴ്സ് കോഡ് കൊടുത്തില്ല. കാരണം ചൈനയ്ക്ക് ഒരു ആയുധം വിൽക്കുമ്പോൾ അതിന്റെ സോഴ്സ് കോഡ് എന്തുകൊണ്ട് റഷ്യ കൊടുക്കുന്നില്ല എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അവർ റിവേഴ്സ് എഞ്ചിനീയറിംഗ് നടത്തിയിട്ട് ഇതിന്റെ ഡ്യൂപ്ലിക്കേറ്റ് ഉണ്ടാക്കി മാർക്കറ്റിൽ ഇറക്കും. അതുകൊണ്ടാണ് അവരിത് കൊടുക്കാത്തത്. അത് മാത്രവുമല്ല, ചൈനയെ നമ്പാൻ കൊള്ളില്ല എന്നുള്ളത് റഷ്യക്കറിയാം. കാരണം അവര് പണ്ട് മുതലേ ഉള്ള സുഹൃത്തുക്കളൊന്നും അല്ല. 1969 അവർ ഏറ്റുമുട്ടിയിട്ടുള്ളതാണ്. 10 വർഷത്തോളം അവര് സംഘർഷത്തിൽ ഏർപ്പെട്ടിരുന്ന രാജ്യമാണ്. അങ്ങനെയൊക്കെ ഒരുപാട് അകൽച്ച അവർക്കുണ്ട്. അപ്പൊ ഈ മേഖലയിൽ, കാരണം ഇന്നലെ പീയൂഷ് ഗോയൽ പറഞ്ഞൊരു ഡയലോഗുണ്ട്. അദ്ദേഹം പറഞ്ഞത്, കെട്ട കാലത്തും നല്ല കാലത്തും നമ്മളോടൊപ്പം നിന്ന രാജ്യമാണ് റഷ്യ, അതുകൊണ്ട് തന്നെ നമുക്ക് അവരെ വിട്ടു പോകാൻ കഴിയും. ഇത് തന്നെയാണ് റഷ്യയുടെ സ്റ്റാൻഡ്. അപ്പൊ റഷ്യ നോക്കുമ്പോൾ എന്താണ്, ഈ ഏഷ്യൻ വൻകരയിൽ തങ്ങൾക്ക് അടുത്ത് നിൽക്കുന്ന ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്തെ ആയുധബലം കൊണ്ടും കൂടി ശക്തിപ്പെടുത്തി കഴിഞ്ഞാൽ ജിയോ പൊളിറ്റിക്സ് ആകെ മാറി മറിയും, സന്തുലിതാവസ്ഥ ആകെ തകിടം മറിയും. ഇന്നിപ്പോൾ അമേരിക്കയ്ക്ക് ലക്ഷ്യം വെക്കുന്നത് ചൈനയെ മാത്രമാണ്. കാരണം ചൈനയാണ് ആയുധബലത്തിന് മുൻപന്തിയിൽ നിൽക്കുന്ന ഒരു രാജ്യം. അവിടേക്ക് അതിനൂതനമായ ആയുധങ്ങൾ, നേരത്തെ ധനുഷ് പറഞ്ഞതുപോലെ സുനാമിയും ഭൂകമ്പങ്ങളും ഉണ്ടാക്കാൻ അടക്കം ശക്തിയുള്ള പ്രാപ്തിയുള്ള ആയുധങ്ങൾ റഷ്യയുടെ പക്കലുണ്ട്.
അത് കൂടാതെ ഇപ്പോൾ പുറത്തു വരുന്ന വിവരം ഈ S-500 ഒരു അഡ്വാൻസ്ഡ് ആയിട്ടൊരു സിസ്റ്റം റഷ്യയുടെ കയ്യിൽ ഓൾറെഡി ഉണ്ട് എന്നാണ് പറയുന്നത്. അതാണ് ഇന്ത്യ ആവശ്യപ്പെടുന്നത്. പറയുമ്പോൾ S-500 ആയിട്ടാണ് പറയുന്നത് നമ്മൾ, പക്ഷെ അതല്ല സിസ്റ്റം. അത് ഉപയോഗിച്ചുകൊണ്ട് ഈ ഉപഗ്രഹങ്ങൾ, പ്രത്യേകിച്ച് ചൈനയുടെയും പാകിസ്ഥാന്റെ ഉപഗ്രഹങ്ങൾ എന്ന് പറഞ്ഞാൽ വളരെ കുറഞ്ഞ ദൂരത്തിൽ ഉള്ളവയാണ്, കുറഞ്ഞ ദൂരപരിധിയിലാണ് അതൊക്കെ പ്രവർത്തിക്കുന്നത്. ഇന്ത്യയുടെ ഉപഗ്രഹങ്ങൾ മിക്ക ദൂരപരിധി കുറവാണ്. അത്തരം ഉപഗ്രഹങ്ങൾക്ക് അംഗങ്ങളിൽ പോലും അറ്റാക്ക് നടത്താൻ കപ്പാസിറ്റി ഉള്ളവയാണ് ഈ S-500 എന്ന് ഇവർ പറയുന്ന. ആ S-500 അല്ല ശരിക്കും അത്, അതിന്റെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഇതാണ്. അത് ചിലപ്പോൾ ഒരു പക്ഷേ S-600 എന്നോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും നമുക്ക് വേണമെങ്കിൽ പറയാം. അങ്ങനെ പേരൊന്നും അതിന് ഇട്ടിട്ടില്ല അവർ. അങ്ങനെയുള്ള സാങ്കേതിക വിദ്യകൾ, കാരണം ഈ മേഖലയിലൊക്കെ റഷ്യ വളരെ പണ്ട് തന്നെ കഴിവ് തെളിയിച്ചിട്ടുള്ളതാണ്. അവരുടെ പക്കൽ അത്തരത്തിലുള്ള ആയുധങ്ങളുണ്ട്. ഈ ലോകത്തെ തന്നെ സംഹരിക്കാനുള്ള ആയുധങ്ങളെല്ലാം അവരുടെ പക്കലുണ്ട്. കഴിഞ്ഞ ദിവസമാണ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞത് ഐസ് ബ്രേക്കർ ഷിപ്പുകൾ ഞങ്ങൾക്ക് ഒന്നേ ഉള്ളൂ, റഷ്യക്ക് 27 എണ്ണം ഉണ്ടെന്നുള്ളത്. അതുകൊണ്ടാണ് ആർട്ടിക് പിടിച്ചെടുക്കാൻ വേണ്ടി ട്രംപ് പോയി കഴിഞ്ഞാൽ നടക്കുക. അവിടെ 27 എണ്ണമാണ് അവർക്ക് നിരന്ന് കിടക്കുന്നത്. അപ്പൊ അങ്ങനെ എല്ലാത്തിലും ഉണ്ട്. എന്താണ് പുടിൻ പറഞ്ഞത്? എന്താണ് ഈ പുടിനെ കയറി അടിക്കാത്തതിന്റെ കാര്യം എന്താ? പുടിൻ എന്താ പറയുക? ഞങ്ങളുടെ ആണവായുധങ്ങളൊക്കെ എവിടെയൊക്കെ ഉണ്ടെന്നല്ല, കടലിനടിയിൽ എവിടെയൊക്കെ ഉണ്ടെന്ന് അറിയാവോ എന്ന് ചോദിച്ചു. ഞങ്ങളുടെ കയ്യിലുള്ള ആണവന്ത്രവായുധങ്ങളുടെ അത്രയൊന്നും നിങ്ങൾക്കില്ല എന്നൊക്കെ പറഞ്ഞു. അപ്പൊ അങ്ങനെയുള്ള മാരകായുധങ്ങൾ നൽകിക്കൊണ്ട്, കാരണം ഈ റഷ്യക്ക് നന്നായി തന്നെ അറിയാം ഇന്ത്യ ഒരിക്കലും റഷ്യയെ ചതിച്ച് മുമ്പോട്ട് പോകില്ല എന്നുള്ളത്. അപ്പൊ എക്കാലവും റഷ്യയുടെ ഒപ്പം നിൽക്കുന്ന വിശ്വസ്തനായ ഒരു രാജ്യം, ആ രാജ്യത്തിനെ കൂടെ കുറച്ചുകൂടി, അതായത് റഷ്യക്കൊപ്പമല്ല കുറച്ചുകൂടി ബലപ്പെടുത്തി കഴിഞ്ഞാൽ, അതായത് ഈ മേഖലയിൽ ഇല്ലാത്ത ആയുധങ്ങൾ തങ്ങൾ നൽകിയാൽ അതിന് 2 ലക്ഷ്യങ്ങൾ റഷ്യക്ക് നേടാൻ കഴിയും. ഒന്ന്, ചൈനയ്ക്ക് ബദലായിട്ട് ഒരു ശക്തി അവർക്ക് വളർത്തിക്കൊണ്ട് വരാൻ പറ്റും. ഒന്ന്. രണ്ടാമത്തെ ഒരു കാര്യം, അമേരിക്ക സംബന്ധിച്ച് തലവേദന കൂടുകയാണ് ചെയ്യുന്നത്. കാരണം ഇതുവരെ ചൈനയെ മാത്രം അവർക്ക് ടാർഗറ്റ് ചെയ്താൽ മതിയെങ്കിൽ ഇപ്പോൾ ആയുധത്തിന്റെ കാര്യത്തിൽ ഒരുപക്ഷെ ഇന്ത്യയെ കൂടെ ടാർഗറ്റ് ചെയ്യേണ്ടി വരും. ഇനി അപ്പുറത്ത് ഇതിനേക്കാൾ വലിയ ഒരു കൃമി കിടപ്പുണ്ട്, ഉത്തര കൊറിയയുടെ കിം ജോങ് ഉന്ന്. പുള്ളി ഡെയിലി ഓരോന്ന് പരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഈ ഏഷ്യ വൻകര മുഴുവൻ ഇതുപോലെയുള്ള വലിയ ഭീകരമായ സാധനങ്ങളാണ് എന്നുണ്ടെങ്കിൽ വലിയ പ്രയാസകരമായിരിക്കും ഭാവിയിലേക്ക്. ഇന്നിപ്പോൾ അമേരിക്ക ലോകത്തെ ഭയപ്പെടുത്തി നിൽക്കുന്നത് എന്തുകൊണ്ടാണ്? അവരുടെ ആയുധശേഷി, അവരുടെ പണം, ഇത് രണ്ടുമാണ്. പക്ഷെ ഇവിടെ ഇങ്ങോട്ടേക്ക് വരുമ്പോൾ പണത്തിന് കുറവുണ്ട്, പക്ഷെ ആയുധശേഷിയിൽ ഈ മറ്റു രാജ്യങ്ങളും ഇതേപോലെ തന്നെ മുമ്പോട്ട് വരികയാണെങ്കിൽ അത് ജിയോ പൊളിറ്റിക്സിൽ ഉണ്ടാക്കുന്ന മാറ്റം, മൊത്തം ശാക്തിക ചേരിക്ക് വലിയ വ്യതിയാനമായിരിക്കും ഉണ്ടാകുന്നത്. അത് ഇന്ത്യയെ സംബന്ധിച്ച് ഒരുപാട് ഗുണകരമാണ്. പക്ഷെ ചൈനയെ സംബന്ധിച്ച് മാത്രം ആശ്വാസകരമല്ല അതില്. കാരണം ഇന്ത്യ കൂടുതൽ ആയുധങ്ങളൊക്കെ നൽകി ബലപ്പെടുത്തുമ്പോൾ അത് അവരെ കൂടി ബാധിക്കുന്ന ഒരു വിഷയമാണ്. കാരണം ഈ മേഖലയിലെ തലതൊട്ടപ്പനായിട്ട് നിൽക്കുകയാണ് ചൈന. അവിടേക്ക് ഇന്ത്യ കൂടി അത്ര മാരകമായ ആയുധങ്ങൾ കൂടി കൈവശപ്പെടുത്തി വരികയാണെന്നുണ്ടെങ്കിൽ അതൊരു ബുദ്ധിമുട്ട് അവർക്ക് ഉണ്ടാക്കാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ്. പക്ഷെ നിലവിലെ സാധ്യത അവർക്കൊന്നും പറയാനും കഴിയില്ല. കാരണം ഇന്ത്യ റഷ്യ ബന്ധം ചൈന റഷ്യ ബന്ധം പോലെ അല്ല, വളരെ ദൃഢമായ ഒരു ബന്ധമാണ്. ഒരിക്കൽ പോലും ഒരു അലോറസം ഉണ്ടാക്കുന്ന ഒരു കാര്യങ്ങൾ ഇതിൽ നടന്നിട്ടില്ല ഈ ബന്ധത്തിൽ. അത് പണ്ട് മുതലേ സജീവമാണ്. ഞാൻ ഇന്നലെ 1971 നടന്ന സംഭവം പറഞ്ഞു, അവർ നേരിട്ടെത്തിയാലും ഇന്ന് മറ്റൊരു പ്രഖ്യാപനം ഒരുപക്ഷെ ഉണ്ടാകാനുള്ള സാധ്യത കൂടെ ഞാൻ മുന്നിൽ കാണുന്നുണ്ട്. അതായത് അത് നമ്മൾ കഴിഞ്ഞ ദിവസം ചർച്ച ചെയ്തതാണ്. അവരുടെ ഡ്യൂമ, അധോ പാർലമെന്റ് ഉണ്ട് റഷ്യയുടെ, അവർ ഒപ്പിട്ട ഒരു കരാറ്, ഒരു ആയുധ കരാറാണ് അതിന്. കരാറിന്റെ പേര് പെട്ടെന്ന് ഞാൻ വിട്ടുപോയി. ആ കരാർ ഇന്ന് ഒപ്പുവെക്കുന്നുണ്ട്. ആ കരാറിൽ ഒരു പ്രധാനപ്പെട്ട കാര്യം പറയുന്നുണ്ട്. അതിൽ പറയുന്നത് ഈ മേഖലയിലെ രാജ്യങ്ങളെല്ലാം ഒന്നിച്ചു നിൽക്കണം, നമ്മുടെ സഖ്യത്തിലുള്ളവരൊക്കെ. ആ സഖ്യത്തിലുള്ള രാജ്യങ്ങൾക്ക് ആയുധങ്ങൾ നൽകും, പരിശീലനം നൽകും, സംയുക്ത സൈന്യാഭ്യാസം നൽകും. അതിനകത്തൊരു വരി പറയുന്നുണ്ട്. അതിനകത്ത് പറയുന്നത് ഈ ദുരന്ത നിവാരണ സമയത്തും ഭീകരാക്രമണം നടക്കുമ്പോഴും അവിടെ നമ്മൾ എത്തും, ഇല്ലെങ്കിൽ അവർക്ക് വേണ്ട സഹായം നേരിട്ട് നൽകും. അതായത് അവരും കൂടി ഈ മുന്നണി പോരാളികൾ വരും. ഇന്ത്യ അഭിമുഖീകരിക്കുന്ന ഏറ്റവും വലിയ വിഷയം എന്താണ്? ഭീകരവാദമാണ്. അതായത് നാളെ ഒരു ഭീകരവാദ പ്രവർത്തനം ഈ രാജ്യത്ത് നടന്നാൽ നമുക്കൊപ്പം റഷ്യയും കൂടെ നേരിട്ട് കളത്തിലിറങ്ങി തിരിച്ചടിക്കാനുള്ള ഒരു കരാറാണ് ആ കരാറ്. ഒരുപക്ഷെ ഒരു വമ്പൻ പ്രഖ്യാപനം ഉണ്ടാകും. ആ കരാറിൽ അത് പറയുന്നുണ്ട്. നമ്മൾ കഴിഞ്ഞ ദിവസം ആ കരാറിനെ കുറിച്ച് വിശദമായി ചർച്ച ചെയ്തിരുന്നു. അപ്പൊ കഴിഞ്ഞ ദിവസം പുടിൻ വരുന്നതിന് മുമ്പ് തന്നെ ഡ്യൂമ അതിന് പെർമിഷൻ കൊടുത്തു. നേരത്തെ തന്നെ നമ്മുടെ എസ് ജയശങ്കറും അവിടുത്തെ വിദേശകാര്യമന്ത്രിയും സംസാരിച്ചിരുന്നു. അവരുടെ പ്രതിരോധ മന്ത്രി ആയിട്ട് അത് ഒപ്പിട്ടിരുന്നു. അതിന് പ്രാഥമികമായി അവിടെ അങ്ങനെയാണ് അവരുടെ സിസ്റ്റം. അത് ഒപ്പിട്ടതിന് ശേഷം ഈ പാർലമെന്റിന്റെ അധോസഭയിൽ അത് പാസ്സാക്കണം. അപ്പർ സഭയാണത്. അത് ആ ഒരു ഇതാണ്, അവരാണ് അതിന്റെ മൊത്തം ആ ഒപ്പിടുന്നതിലാണ് അത് കാര്യങ്ങൾ മുഴുവൻ. അതിനുശേഷമാണ്, അതുകൊണ്ടാണ് പുടിൻ വന്നത്. ഒരു പക്ഷെ ഇന്ന് ശ്രീമാൻ നരേന്ദ്രമോദിയുമായിട്ട് പുടിൻ നടന്ന ആ ഒരു സംയുക്ത പ്രസ്താവനയിൽ ഈ ഒരു കാര്യം പറയും. ഇതൊരു വളരെ ഇമ്പോർട്ടന്റ് കാര്യം. ഒരുപക്ഷെ നമ്മൾ ആ കരാറിന്റെ താഴോട്ട് വായിച്ചുമ്പോൾ ഒരു വരിയായിട്ട് മാത്രമേ നമുക്കത് തോന്നൂ. ഏതാ, ഭീകരാക്രമണം ഉണ്ടാകുമ്പോൾ നേരിട്ട് ഞങ്ങൾ സഹായത്തിനെത്തും എന്ന് പറയുന്നത് നമ്മൾ ചെറുതായിട്ടാണ് കാണുന്നത്, പക്ഷെ വലുതാണ്. കാരണം ഈ ആയുധ കരാറിന് അപ്പുറത്തേക്കുള്ളൊരു വലിയ വാഗ്ദാനമാണത്.
കാരണം ഇതിനു മുമ്പ് 1971 അവർ സമാനമായ രീതിയിൽ അവരുടെ ആയുധങ്ങളുമായിട്ട് നമ്മളെ സഹായിക്കാൻ വന്നിട്ടുണ്ട്. ഇപ്പോൾ വരും. അങ്ങനെ ഒരു സാധനം കൂടെ വന്നു കഴിഞ്ഞാൽ അതിനെ അതും കൂടിയാണ് വരുന്നതെങ്കിൽ അതൊരു വമ്പൻ വാർത്ത തന്നെയായിരിക്കും. അങ്ങനെയെങ്കിൽ ഇവിടുത്തെ ശാക്തിക ആ ഒരു ചേരിയിൽ വലിയ പൊളിച്ചെഴുത്ത് തന്നെ നടക്കും. കാരണം ഇന്ത്യ റഷ്യ ബന്ധം ദൃഢമാകും എന്ന് മാത്രമല്ല, ഈ മേഖലയിലെ ആയുധക്കരുത്തിൽ ഇന്ത്യ വളരെ വലുതാകുന്നു. ഒപ്പം തന്നെ ചൈന നിൽക്കുന്നു, റഷ്യ നിൽക്കുന്നു. ഇവിടേക്കാണ് ഏഷ്യ പിടിച്ചെടുക്കാൻ ശ്രമിക്കുന്ന ട്രംപും കൂട്ടാളികളും തലമുണ്ണാക്കുന്നതും. ഇപ്പോൾ വളരെ അവർ കൂലങ്കഷമായി ഇതിനെ നിരീക്ഷിക്കുന്നതിന്റെ കാര്യം ഇതാണ്, അല്ലാതെ എണ്ണയും പിണ്ണാക്കോ ബിസിനസ്സോ അല്ല. പകരം ഇത്തരത്തിലുള്ള കാര്യമാണ്, എന്ത് ഡീലിങ്സ് ആണ് നടക്കാൻ പോകുന്നതെന്ന് മാത്രമാണ്.